അട്ടപ്പാടിയിൽ KSEB കരാർ തൊഴിലാളി ഷോക്കേറ്റ് മരിച്ചത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലമെന്ന് മരിച്ച നഞ്ചന്റെ മകൻ വേലുസ്വാമി പറയുകയാണ്. അട്ടപ്പാടി ചീരക്കടവിലാണ് വൈദ്യുതി ലൈൻ സ്ഥാപിക്കുന്നതിനിടയിൽ ശെൽവൻ എന്ന നഞ്ചൻ ഷോക്കേറ്റ് മരിച്ചത്. ഹൈടെൻഷൻ ലൈൻ ഓഫ് ചെയ്യാത്തതാണ് നഞ്ചൻ മരിക്കാൻ ഇടയാക്കിയത് എന്നാണ് വേലുസ്വാമി പറയുന്ന പ്രതികരണം കേട്ടത്. ഇന്നലെ ഞങ്ങൾ പോസ്റ്റ് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോസ്റ്റ് കുഴിയൊക്കെ എടുത്ത് പോസ്റ്റ് പൊക്കുമ്പോൾ HT പോയിക്കൊണ്ടായിരുന്നു, ലൈനും ഉണ്ടായിരുന്നു. അപ്പോൾ LT ആണ് ഓഫ് ചെയ്തത്. അപ്പോൾ HTയിലാണ് പോയി ഇത് സംഭവം പോസ്റ്റ് പോയി തട്ടിയത്. അപ്പോൾ ഞങ്ങൾ പോസ്റ്റൊക്കെ നേരെ നിവർത്തിയിട്ട് ലെവൽ ചെയ്യുമ്പോഴാണ് ഇത് പോയി തട്ടുന്നത്. അപ്പോഴാണ് അച്ഛനിക്കും എനിക്കൊക്കെ ഷോക്കായിട്ട് ഞങ്ങൾ തെറിച്ച് പോകുന്നത്. അപ്പോൾ അവിടെയാണ് ഗുരുതര പേർക്ക് അച്ഛനിക്ക് ഏറ്റത്. അപ്പോൾ അതിനുള്ള ആൾക്കാർ ആരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നടപടി എടുക്കണം, ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഗൂഗിൾ VS വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ ചേരുന്നു. ഗോകുൽ, സമാനമായി നിരവധി സംഭവങ്ങൾ, എത്ര പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടതെന്ന് കണക്കൊക്കെ നോക്കുമ്പോഴാണ് ഈ വൈദ്യുതി മേഖലയിൽ ജോലി ചെയ്യുന്ന സാധാരണ തൊഴിലാളികളുടെ സുരക്ഷ മുൻകരുതൽ എത്രത്തോളം ഉണ്ട് എന്നൊക്കെ സംശയമൊക്കെ നമുക്ക് ഉണ്ടാകുന്നത്. ഇപ്പോൾ വലിയ വീഴ്ച സംഭവിച്ചുവെന്ന് മകൻ തന്നെ പറയുന്ന ആ കുടുംബത്തിന്റെ ആശ്രയമാണ് നഷ്ടമായത്. ആരുടെ വീഴ്ചയാണ്? KSEBയുടെ പ്രതികരണം എന്താണ്? അതായത് ഈ മകൻ വേലുസ്വാമിയും ഇന്നലെ കരാർ ജോലിക്കുണ്ടായിരുന്നു. അച്ഛനും മകനും ഒരുമിച്ചാണ് പോയത്. വേലുസ്വാമിക്കും ഷോക്കേറ്റിരുന്നു. ഇത് കൃത്യമായ, അതായത് ഇത്തരത്തിലുള്ള മെയിൻ്റനൻസ് ജോലികൾ ചെയ്യുമ്പോൾ അതിൽ പവർ ഓഫ് ചെയ്ത് വേണം ചെയ്യാനെന്നുള്ള കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുണ്ട്. പക്ഷേ അത് പാലിച്ചില്ല എന്നുള്ളതാണ് മകൻ പറയുന്നത്. ഇത്തരത്തിൽ ഒരു ലൈൻ മാത്രമാണ് ഓഫ് ചെയ്തത്. ആ പോസ്റ്റ് നിവർത്താൻ, അതായത് 5 മണിക്ക് ജോലി കഴിഞ്ഞു, അതിനുശേഷം നോക്കുമ്പോഴാണ് ഒരു പോസ്റ്റ് ചെരിഞ്ഞു നിൽക്കുന്നതായി കണ്ടത്. അത് നിവർത്താനാണ് അവർ പോയത്. അതിനിടയിൽ ഒരു ലൈൻ മാത്രമേ ഓഫ് ചെയ്തിരുന്നുള്ളൂ എന്നുള്ളതാണ് മകനൊരു ആക്ഷേപമായി പറയുന്നത്. അങ്ങനെ നിവർത്തുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു ഷോക്കേറ്റ ഒരു പ്രശ്നമുണ്ടായത്. ഇവർ കരാർ തൊഴിലാളികളാണ്. ഇവർ ഇത്തരത്തിൽ ജോലി ചെയ്യുന്നതിനിടയിൽ ഇത്തരത്തിൽ ഈ ഒരു വിഷയം വന്നപ്പോൾ KSEBയുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണം, KSEB പറഞ്ഞ അത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരുന്നു, പോകരുത് എന്നുള്ളതാണ്. പക്ഷേ അതേസമയം തന്നെ മന്ത്രി പറയുന്നത് ഈ വിഷയത്തിൽ അന്വേഷണം ഉണ്ടാവുകയും അന്വേഷണത്തിന് ശേഷം കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് KSEB മന്ത്രി K കൃഷ്ണൻകുട്ടി വ്യക്തമാക്കിയത്. അതായത് ഇതിൻ്റെ ഒരു പ്രധാന വിഷയം, ഇത്തരത്തിലുള്ള മെയിൻ്റനൻസ് ജോലികൾ ചെയ്യുമ്പോൾ കൃത്യമായ മാർഗ്ഗനിർദ്ദേശമുണ്ട്. വൈദ്യുതി ലൈൻ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ആ ജോലികളിൽ ഏർപ്പെടാൻ പാടൂ എന്ന്. എന്നാൽ ഇത് മുഴുവൻ ലൈനും ഓഫ് ചെയ്യാതെ ഇത്തരത്തിൽ ജോലി ചെയ്തതാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. 3 പേർക്ക് ഇന്നലെ ഷോക്കേറ്റിരുന്നു. ഈ നഞ്ചന്റെ മകനടക്കം ഷോക്കേറ്റിരുന്നു. പക്ഷേ അത് ബാക്കി 2 പേരും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ നഞ്ചന് മാത്രം ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിക്കുകയായിരുന്നു.